ഒന്നുകൂടെ ആട്ടിയാൽ പോരും. ഈ നിസ്സാര കാര്യത്തിന് ഞാൻ ഇടപെടണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ. മച്ചാന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ഓൺ സ്റ്റോറിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ ചെറിയൊരു പണിയിലാണ്. പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2-3 ഏക്കർ സ്ഥലം വരുന്ന ഒരു ഏരിയയാണിത്. അണക്കരമേട് എന്ന് പറയുന്നത് നെടുങ്കണ്ടത്തിനടുത്തുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഒരു ക്യാമ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ഇയർ വരാൻ പോകുള്ളൂ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു 10-25 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു ക്യാമ്പ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടത്തെ ഒരു ഭയങ്കര വലിയ ക്യാമ്പായിരുന്നു. അവിടെ യൂറോപ്യൻസൊക്കെ വന്ന് സ്റ്റേ ചെയ്തിരുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ്. ഒരു 3-4 ആന വന്നിട്ട് കയറി ഇറങ്ങി പോയതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ പരിപാടികളാണ് ഞങ്ങൾ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ സ്കിൽഡ് ലേബേഴ്സായിട്ട് ആരുമില്ല. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താൽ ഞങ്ങൾ തന്നെയാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ഥലം നോക്കിക്കേ, മൊത്തം കാടാണ്. മറിഞ്ഞു, കൃത്യമായിട്ട് മറിഞ്ഞു. ഇതാണ് നമ്മുടെ പണി. അപ്പോൾ ഈ പണിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ. ഒന്നുമല്ലാതെ കിടക്കുന്ന കാടായിട്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് നമ്മളൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് ഒരു 10-12 ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഷെഡൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്ന ഒരു ക്യാമ്പ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ. ആന ചവിട്ടി പൊളിച്ച ഷെഡ് ഞങ്ങൾ കംപ്ലീറ്റ്ലി അഴിച്ചു പെറുക്കി അവിടെ കൂട്ടിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് മുകളിൽ കൊണ്ടുപോണ്ടേ അല്ലേ? മുകളിലല്ലേ നമ്മൾ ഷെഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് മൊത്തം അടിച്ച് നിർത്തിയിട്ട് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുക ഇവിടെ അല്ലേ? ഓക്കെ. ഈ തറയൊക്കെയോ? തറ നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇത് ക്യാമ്പ് ഫയറിൻ്റെ സ്പേസ് ആക്കി മുകളിൽ നമ്മൾ ഗസിഗോ ചെയ്യും. മുകളിലാണ് ഗസിഗോ ചെയ്യുന്നല്ലേ? അതായത് പുല്ല് മെയ്യും അല്ലേ? പുല്ല് മെയ്യും. നമ്മളിവിടെ നമ്മുടെ അല്ലാതെ കഴിയുന്നത്ര പ്ലാസ്റ്റിക് സിമെൻറ്റ് വർക്കുകൾ ഒഴിവാക്കി ഉള്ള പരിപാടിയാണ്. പ്രകൃതിയിൽ നിന്നുള്ള ഐറ്റംസ്. പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ പണിയൊക്കെ ഇപ്പോൾ അവിടെ നിർത്താൻ വേണ്ടി പോവാണ്. കാരണം ലൈറ്റ് ഔട്ട് ആകും ഉടനെ തന്നെ. അതുകൊണ്ട് നമ്മൾ ടെൻ്റൊക്കെ എടുത്തിട്ട് ഈ പറമ്പിൽ കൊള്ളാവുന്നൊരു സ്ഥലത്ത് പോയിട്ട് ടെൻ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ രാത്രിയിൽ അടിപൊളി കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ലൈറ്റ് ഇല്ല. എന്തായാലും രാവിലെ നമുക്ക് ആ കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പം നേരെ ടെൻറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം.
ചിക്കൻ മൺചട്ടി അൺബോക്സിങ്. ചിക്കൻ എല്ലാ മസാല എല്ലാം കൂടെ കൂട്ടി നമ്മുടെ നാടൻ മസാല, അതായത് നമ്മുടെ ഇതിനകത്ത് തക്കാളിയും സവോള ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഈ കാട്ടിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങളാണ്. നാരങ്ങയുണ്ട്, കാട്ടുനാരങ്ങ, അതുപോലെ തന്നെ കാന്താരി മുളക്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. ഞാൻ ഒന്ന് ടച്ച് ചെയ്യണേ. ഓക്കെ. ചൂടുണ്ടോ? ചൂടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ഇവിടെ നല്ല ഇത്ര തണുപ്പല്ലേ. ഇതാണ് പീസ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറവാണെന്ന് തോന്നുന്നു. പൊളി. ആ സാധനം അല്ല ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ വെച്ച മസാലയും തക്കാളിയുടെയും സവോളയുടെ ഒക്കെ. ഡെലീഷ്യസ്. പൊളി. അജയ് ചേട്ടൻ്റെ കാട്ട് ബ്രാൻഡാട്ടോ. ഇത് കൂട്ട് ഒരു കാലം കൂടെ ഇവിടെ ഇരിപ്പില്ലേ? നമുക്ക് ഉച്ചയ്ക്ക് പൊട്ടിക്കാം. ഉച്ചയ്ക്ക് പൊട്ടിക്കാം അല്ലേ? ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചിക്കൻ ബ്രെഡ് ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. തീ വെറുതെ പോകുന്നു, എടുത്തിട്ടാ ബ്രെഡ്. ബ്രെഡോ അത് ചൂടാക്കണ്ടേ? അത്രയും മതി. അതെല്ലാം കഴിക്കില്ല, അത് ബ്രെഡെല്ലാം കഴിക്കും. ഈ ബ്രെഡ് ഇത്ര മതിരാ. മതി. എന്നെടുത്ത് വെച്ചു. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ മണ്ണിൽ കുഴിച്ചിട്ട ഈ മൺകലത്തിൽ കുഴിച്ചിട്ട ചിക്കനും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബ്രെഡ് റോസ്റ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് സാധനം നോക്കി. ഇത് നമ്മുടെ സവോള തക്കാളി അതെല്ലാം കൂടെ ഇത് നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ചെയ്തത്. ഇത് അജയ് ചേട്ടൻ അവിടെ ചെറുതായിട്ട് എന്തോ ചാറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. എല്ലായിടത്തും മഞ്ഞാണ്, കോടയാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോണ്ടല്ലോ, കാടൊക്കെ അത്യാവശ്യം നമ്മൾ വെട്ടി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ഷെഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ടെൻറ്റ് ചെയ്യാനുള്ള ഓരോ ഫ്ലാറ്റായിട്ടുള്ള പ്ലേസസ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് പണിയായുധങ്ങളുടെയും കൂടെ ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, ഇവിടുത്തെ വെള്ളത്തിൻ്റെ സപ്ലൈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ്. കറണ്ട് കണക്ഷൻ അതെല്ലാം സെറ്റാക്കണം. അപ്പോൾ കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ, പണിയായുധങ്ങൾ, വാട്ടർ ടാങ്ക്, ഈ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ടൗണായിട്ടുള്ള നെടുങ്കണ്ടത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ജീപ്പ് എടുത്തുകൊണ്ട് ഏതാണ്ട് ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് നെടുങ്കണ്ടത്തേക്ക്. അതിൽ കുറേ ദൂരം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 കിലോമീറ്റർ അടുത്ത് നല്ല കിഡിലൻ ഓഫ് റോഡാണ് കേട്ടോ. ഒരു ഓഫ് റോഡ് ട്രെയിൽസാണ്. അപ്പോൾ നമ്മൾ ഈ 4 വീൽ ജീപ്പ് ഡ്രൈവിൻ്റെ ഒരു യഥാർത്ഥ ഫീല് കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. മോഡൽ 4 വീൽ ഡ്രൈവ് ജീപ്പാണ്. അപ്പോൾ ആ ജീപ്പിലാണ് നമ്മളിപ്പോൾ പറമ്പിൽ കൂടെ കയറി ഇറങ്ങി പോയത്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കുട തന്നെയാണ്, അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്.
ടിവിയിൽ നേരി പാക്കണമെങ്കിൽ ഇതേ ഇരിക്കണോ, ഇതാണ് സാധനം. പക്ഷെ എന്റെ പൊന്നും മച്ചാമാരെ, എന്നെ ട്രെയിലായിരുന്നു അറിയോ, മാരക ട്രെയില്. അതൊക്കെ ഇവിടെ വന്നിട്ട് അനുഭവിക്കണം കേട്ടോ. ക്യാമറയിൽ ഇത് എത്രത്തോളം കിട്ടുന്ന അറിയത്തില്ല. ദിസ് ഈസ് ദ ബീസ്റ്റ്, ദിസ് ഈസ് ദ ബീസ്റ്റ്. ഒരു രക്ഷയില്ല. പജീറോ ഒക്കെ ഉണ്ടല്ലോ, മുട്ടയിടും മുട്ട ഈ സാധനത്തിന് മുമ്പിൽ. ഒരുമാതിരി ജെറ്റൊക്കെ പോകുന്ന പോലെ ഒരു സാധനം കയറി പോയതോടോ. ഇവിടെ മൊത്തം ഇമാതിരി വണ്ടി കേട്ടോ. ഇവർക്കിത് ഒരുമാതിരി തീപ്പെട്ടി, മറ്റേ നമ്മളെ ഈ പണ്ട് ചെറുപ്പത്തിൽ ഈ തീപ്പെട്ടി കൊണ്ട് വണ്ടി കളിക്കില്ലേ, അതുപോലെയാ വരുന്നു. ദൈവം, അതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ വരുന്ന പോലെ. ഓ ഓ ഓ ഓ வணக்கம் அண்ணா. அரியுண்டை இருக்கு, தேன் மிட்டாய் இருக்கு, நாரங்கா மிட்டாய் இருக்கு. தம்பி சேது, உனக்கு என்ன வேணும்? எல்லாமே இருக்கு. முறுக்கு இருக்கு. இதுக்கு தமிழ்ல என்ன சொல்லுது? சுண்ணா அல்ல, இதுக்கு மொத்தத்தில் முறுக்க. அதுக்கு முறுக்க தானே, தமிழ்ல முறுக்க தானே? அப்படியா? வெற்றிலை பாக்கு. ஆஹா. இந்த கிராமத்துக்கு பேர் என்ன? മലയാളിയായിരുന്നല്ലേ? തേഞ്ഞു തേഞ്ഞു നാണം കെട്ടു. ഛേ, ഇതാണോ വീട്? നെടുങ്കണ്ടം ടൗണിൽ നിന്ന് പണിയായുധങ്ങളുമായിട്ട് പോകുന്ന ഞങ്ങളാണ് കാണുന്നത്. കണ്ടല്ലോ, കട്ടറാക്കിയിരിക്കുന്നത്. പുറകിൽ 1000 ലിറ്ററിന്റെ ഒരു ചായങ്ങനെയാണ് ജീപ്പിന്റെ പുറകിൽ കെട്ടിയിട്ടേക്കുന്നത്. ഏതൊരു ചായങ്ങിന്റെ സൈഡൊക്കെ കെട്ടിയിരിക്കുന്നു. നമ്മുടെ അജയ് ചേട്ടന്റെ മാരക ഡ്രൈവിങ്ങിലാണ്. നെടുങ്കണ്ടം ടൗൺ നല്ല ടൗണാണ്, ഒരു കുഴപ്പമില്ല അല്ലേ? ശരിയാണോ? ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗണാണ്. ഒരിടത്തും വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഭംഗിയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളതൊക്കെ. കഴുത്തേക്കാണോ? ഒരു പണിയായുധങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമല്ലേ? നോക്കി അകത്തേക്ക് നോക്കി. നമ്മുടെ ക്യാമ്പ് റെഡിയാക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇതോടെ തീർക്കുകയാണ്. പുല്ല് വെട്ടി തുടങ്ങി. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെയാണ് ഇനി പുല്ല് വെട്ടാനുള്ളത്. 2 ദിവസം അടുപ്പിച്ച് നമ്മളിവിടെ നിന്നു. ഒരു നൈറ്റ് ഇവിടെ സ്റ്റേയും ചെയ്തു. ഇന്നിനി ബാക്കി കെട്ടുമ്പോണ്ടൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോവാണ്. ബാക്കി പരിപാടി 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യും. ഇനി അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ക്യാമ്പെല്ലാം റെഡിയാക്കിയിട്ട് ഈ ക്യാമ്പിൽ നടക്കുന്ന ന്യൂ ഇയർ ഇവൻ്റ് ആയിരിക്കും. അതായിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ക്യാമ്പ് റെഡിയാക്കിയിട്ടുള്ള ആ ക്യാമ്പിൻ്റെ യഥാർത്ഥ ഒരു ബ്യൂട്ടിയൊക്കെ ആ സമയത്ത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.